അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടി മാത്രമാകുന്നു. ഈ ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ കണ്ടെത്താനാവുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ. അതേപോലെ മറ്റൊരു അത്ഭുതമാകുന്നു പ്രവാചക വചനങ്ങൾ, അവയുടെ പുലർച്ച. ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് എന്ന് പറയാം. കാരണം 1450 വർഷമായിട്ട് നിലനിൽക്കുന്നൊരു അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ, അതേപോലെ പ്രവാചക വചനങ്ങളും. അപ്പോൾ ഇത്രയും വലിയ അത്ഭുതമായിട്ട് നമുക്കതിനെ കാണാനാവുന്നത് പ്രവാചക വചനങ്ങളുടെ പുലർച്ചയായിട്ട് നമുക്ക് തോന്നും. കാരണം മറ്റുള്ള ലോകാത്ഭുതങ്ങളെല്ലാം ഒരു മനുഷ്യ നിർമ്മിതികളാണെങ്കിൽ ഇത് പ്രവചനങ്ങൾ പുലരുകയാണ്, അതും ആയിരക്കണക്കിന് വർഷം മുമ്പ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രവാചകൻ ഈ ലോകം അവസാനിക്കുന്നതിന് മുൻപായിട്ട് പുലർന്നു വരുന്ന കുറച്ച് അടയാളങ്ങളെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഒന്ന്, ഭൂമി അണിഞ്ഞൊരുങ്ങും. പിന്നെ നിറങ്ങൾ വർദ്ധിക്കും. അടിമസ്ത്രീ യജമാനനെ പ്രസവിക്കും. സ്ത്രീകൾ വർദ്ധിക്കും. ഖുർആൻ ഉയർത്തപ്പെടും. ഹജ്ജ് കച്ചവടമാകും. ആട്ടിടയന്മാർ കെട്ടിടങ്ങളിൽ മത്സരിക്കും. വിജ്ഞാനം കൈക്കുമ്പിളിലൊതുങ്ങും. ദജ്ജാൽ വരും. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു 8-10 കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഒന്ന് കണ്ണോടിച്ച് പോകുന്നത്. ഒന്ന് നോക്കൂ, ഭൂമി അണിഞ്ഞൊരുങ്ങും. നമുക്ക് ഒരു 50 വർഷം മുമ്പത്തെ നമ്മുടെ നാടും നഗരങ്ങളും ഇന്നത്തെ ലോകവും, ഇന്നത്തെ രാജ്യവും നമ്മുടെ ലോകവും എല്ലാം നോക്കിയാൽ നമുക്കത് ശരിക്കും ബോധ്യമാവും. കാരണം 50 വർഷം മുമ്പത്തെ ആ രൂപത്തിലല്ല ഇന്നുള്ളത്, ഇന്നത്തെ രൂപത്തിലല്ല നാളെ ഉള്ളത്. ഭൂമി അണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഭൂമി അണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെക്കാളും വളരെയധികം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഹൈടെക് രൂപത്തിൽ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമി അണിഞ്ഞൊരുങ്ങുക തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. നിറങ്ങൾ വർദ്ധിക്കും. അതും വളരെ ശരിയാണ്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് 7 വർണ്ണങ്ങളൊക്കെ, സൂര്യൻ്റെ 7 വർണ്ണങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഏതാനും അതിൻ്റെ മിക്സഡായിട്ടുള്ള വർണ്ണങ്ങളൊക്കെ മാത്രം കണ്ടിരുന്ന കാലത്ത് അതിന് പകരം ഇന്ന് കമ്പ്യൂട്ടറൈസേഷൻ വന്നതോടുകൂടി നൂറുകണക്കിന് വർണ്ണങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് കാണാനാവുന്നുണ്ട്. അതും വളരെ ശരിയാണ്. പിന്നെ അടിമസ്ത്രീ യജമാനനെ പ്രസവിക്കും. തീർച്ചയായിട്ടും ആ ഒരു വാർത്തകൾ നമ്മൾ പലപ്പോഴും ഇന്ന് കേൾക്കാറുണ്ട്. ഈ വൃദ്ധസദനങ്ങളുടെ ഒരവസ്ഥകൾ, അതേപോലെ വൃദ്ധസദനങ്ങൾ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ അതേപോലെ യജമാനന്മാരായ മക്കളും അടിമകളായ മാതാപിതാക്കളുമുള്ള പല കുടുംബങ്ങൾ, അതിൻ്റെ ഒരു അർത്ഥമാണ് ഈ പറയുന്നത്. അതാണ് ഈ അടിമസ്ത്രീ ആയിട്ടുള്ള യജമാനൻ്റെ അടിമസ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് മാതാപിതാക്കളെക്ക് വിലയില്ലാത്തൊരു കാലം വരുന്നൊരു അവസ്ഥ. പിന്നെ സ്ത്രീകൾ വർദ്ധിക്കും. അത് എണ്ണത്തിൽ വർദ്ധിക്കുമെന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. അത് എണ്ണത്തിൽ വർദ്ധിക്കുന്നതിന് പകരം അതും നമുക്കൊരു 50 വർഷത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അന്നത്തെ കാലത്തെ സ്ത്രീകളും ഇന്നത്തെ കാലത്തെ സ്ത്രീകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് സ്ത്രീകൾ പൊതുരംഗത്തോ മറ്റുള്ള സാമൂഹിക രംഗത്തോ ഒന്നുമില്ലാതെ ആ ഒരു രൂപത്തിലൂടെ വീട്ടിലുള്ള സ്ത്രീകളായിട്ട് മാത്രം നിന്നിരുന്നതിന് പകരം ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് സ്ത്രീകളാണ്. ലോകത്തിൻ്റെ പകുതി കൺട്രോൾ അവരുടെ കയ്യിലാണ് എന്ന പോലെ ഭരണരംഗത്തെല്ലാം, അങ്ങനെ എല്ലാ രംഗത്തും സ്ത്രീകൾ വർദ്ധിച്ച ഒരു കാലഘട്ടം, വർദ്ധിച്ച് ആപൽകരമായ രൂപത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വർധനവ് വന്നൊരു കാലഘട്ടം. അതിനെയാണ് ഈ വർദ്ധിക്കുക എന്ന് പറയുന്നത്, അല്ലാതെ എണ്ണത്തിൽ വർദ്ധിക്കുക എന്നതല്ല. അപ്പോൾ ഈ ഒരു വർധനവ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാനാവും. ശരിക്കും അനലൈസ് ചെയ്താൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഖുർആൻ ഉയർത്തപ്പെടും. അത് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം ഖുർആനിൻ്റെ അനുയായികൾ തന്നെ ഖുർആൻ അനുസരിച്ചല്ല ജീവിക്കുന്നത്,
ഖുറാനിൽ നിന്ന് വളരെ വിദൂരമായി പോയിരിക്കുന്ന, വളരെ കുറഞ്ഞ ആളുകൾ അതിനോട് അറ്റാച്ച് ചെയ്തിപ്പോഴുള്ളൂ, ബാക്കിയെല്ലാം വളരെ വിദൂരത്തായി അതിൻ്റെ അനുയായികൾ തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് എത്തുമ്പോഴാണ് അത് ഉയർത്തപ്പെടുക എന്ന് നമുക്ക് പറയാനാവുക. ആ രൂപത്തിലാണിന്ന് ലോകത്തിലുള്ള അതിൻ്റെ അനുയായികൾ അതിനെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ നോക്കി കാണാനാവും. അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ചിലത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, ചിലത് സംഭവിക്കാനിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ പ്രവാചക വചനങ്ങളുടെ ഒരു ആകത്തുക ലോകത്തിൽ നമുക്ക് നോക്കി കാണാനാവുന്നതെന്ന്. അപ്പോൾ ഖുർആൻ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ അനുയായികൾ ഒന്ന് നോക്കൂ. പ്രവാചകൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ രൂപത്തിലാണോ ഇന്ന് അതിൻ്റെ അനുയായികൾ? ആ രൂപത്തിൽ പോട്ടെ, ആ ഏതെങ്കിലും ഒരു രംഗത്ത് അതിൻ്റെ തനതായ ഹക്കായ രൂപത്തിൽ അതിനെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുത നമ്മുടെ മുമ്പിൽ ആർക്കും, ഈ പറയുന്ന നമുക്കടക്കം എല്ലാവർക്കും കാണാനാവുന്നതാണ്. പിന്നെ ഹജ്ജ് കച്ചവടമാകും. അതും ഈ സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കച്ചവടമായി തുടങ്ങിയിരിക്കുന്നത്. കാരണം പല രാജ്യങ്ങൾക്കും ഇന്ന് ഹജ്ജ് ഒരു ചാകര, ഒരു കറവപ്പശുവാണ്. അതിനെ വരുമാനമുണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് അതിൻ്റെ നടത്തിപ്പ് രാജ്യം പോലും ആ ഒരു രൂപത്തിലാണ്. അതേപോലെ വിമാന കമ്പനികളെല്ലാം എല്ലാവരും ഒരു ട്രേഡിംഗ് ആയി കണ്ടതുകൊണ്ട് ഇന്ന് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന് അതിന് പോകാൻ പറ്റാത്തൊരു തലത്തിലേക്ക് അതിനെ ഉയർത്തി വെച്ച് ഈ വിമാന കമ്പനികളെല്ലാം അതാണ് ചെയ്തത്. ഇത് നേരെ തിരിച്ചായിരുന്നു വേണ്ടത്. കാരണം ഏതൊരു സംഗതിയും കുറഞ്ഞ പ്രൊഡക്ഷനും ഹൈ പ്രൊഡക്ഷനും ആകുമ്പോൾ, ബൾക്ക് പ്രൊഡക്ഷൻ ആകുമ്പോൾ റേറ്റ് കുറയുമല്ലോ. എന്ന പോലെ ഈ 2 മാസത്തിനുള്ളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഈ സർവീസിൻ്റെയൊക്കെ കാരണം ഇത് വളരെ കുറയുകയായിരുന്നു വേണ്ടത്. പകരം അതിനെല്ലാം ഹൈക്ക് ചെയ്ത് അതിനൊരു ട്രേഡിംഗ് ലെവലിലേക്ക് ഈ ഗവൺമെൻറ്റുകളും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് പോലും അതിനെ എത്തിച്ചിരിക്കുകയാണ്. ഹജ്ജ് കച്ചവടമാവും. ആട്ടിടയന്മാർ കെട്ടിടങ്ങളിൽ മത്സരിക്കും. ആട്ടിടയന്മാർ ഉദ്ദേശിക്കുന്ന അറബികളാണ്. നമ്മൾക്കറിയാമല്ലോ, ഇന്ന് ലൈവായിട്ട് നമുക്ക് കാണാം. ഈ പാശ്ചാത്യരാണ് പണ്ട് വൻകിട കെട്ടിടങ്ങളും ഉണ്ടാക്കിയിരുന്നെങ്കിൽ പിന്നീട് അത് അറബികൾ ഏറ്റെടുത്ത് പിന്നെ അത് മത്സരത്തിലേക്ക് കടന്നു. ഏറ്റവും വലിയ കെട്ടിടം ഇന്ന രാജ്യത്താണെങ്കിൽ അതിനേക്കാൾ വലുത് അപ്പുറത്ത്, അപ്പോൾ അതിനേക്കാൾ വലുത് ഇപ്പുറത്ത് വേറൊന്ന്, പിന്നെ അതിലും വലുത് വീതി കൂടി നീളം കൂടിയതൊക്കെ വേറെ അപ്പുറത്ത്. ഇങ്ങനെയുള്ളൊരു മത്സര രംഗത്തേക്ക് ഈ സംഗതി ലൈവായിട്ട് ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണോ, ഇതൊന്നും വേണ്ടാത്തതാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ആ പുലർച്ചകൾ നോക്കൂ. ലോകത്തിങ്ങനെയൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് 1450 വർഷം മുമ്പ് നിരക്ഷരനായ ഒരു സാധാ ഒരു മനുഷ്യൻ പറയുകയാണ്, പ്രവചിക്കുകയാണ്. അതിൻ്റെ പുലർച്ചകൾ സംഭവിക്കുകയാണ്. അതാണ് അതിലുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ആട്ടിടയന്മാർ കെട്ടിടങ്ങളിൽ മത്സരിക്കും. പിന്നെ പറഞ്ഞു, വിജ്ഞാനം കൈക്കുമ്പിളിൽ ഒതുങ്ങും, വിജ്ഞാനം കയ്യിലമരും. കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ ഇത് ചോദിച്ചിരുന്നു ഉമ്മാനോടൊക്കെ, എന്താണ് ഈ വിജ്ഞാനം കയ്യിലമരും എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിന് പറയാനുണ്ടായിരുന്ന ഡെഫിനിഷൻ വിദ്യ നേടൂ ലോകം കയ്യിലമരും എന്നുള്ളതായിരുന്നു. അത് അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും അതിനേക്കാൾ ക്ലാരിഫിക്കേഷനിലാണ് ഇന്ന് നമുക്ക് വേറൊരു തലത്തിലാണ് അതിനെ കാണാനാവുന്നത്. കാരണം ഈ വിജ്ഞാനം കംപ്ലീറ്റ് ഇന്ന് നമ്മുടെ വിരൽ തുമ്പിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് ഈ കാലഘട്ടം വന്നിരിക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളും ഞൊടിയിടയിൽ നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ പോക്കറ്റിൽ ഇന്ന് കിടക്കുകയാണ്. അപ്പോൾ വിജ്ഞാനം കയ്യിലമരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് ലോകത്ത്. ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്രവചിക്കുക, അതെല്ലാം 1000 വർഷം കഴിഞ്ഞ് 1400 വർഷമാകുമ്പോൾ ഇതെല്ലാം പടിപടിയായി ഓരോന്നോരോന്നായി പുലർന്നുകൊണ്ടിരിക്കുക. ഇസ്ലാം സത്യമാണെന്നതിനും പ്രവാചകൻ സത്യമാണെന്നതിനും എല്ലാ പ്രവാചകന്മാരും സത്യമാണെന്നതിനും അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണെന്നതിനും അങ്ങനെയുള്ള എല്ലാ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് ഇനി എന്താണ് ഇതിലും വലിയ ഒരു സത്യാവസ്ഥ വേണ്ടത്, ഇതിലും വലിയ തെളിവിനി എന്താണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. പിന്നെ അതേപോലെ പറഞ്ഞിരുന്നത് ദജ്ജാൽ വരും, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ
അത്ഭുതങ്ങൾ ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും ഇന്ന് വളരെ വ്യക്തമാണ്, ബോധ്യമാണ്. ഇതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. തീർച്ചയായും ഇസ്ലാം സത്യമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇതുള്ളത്. പ്രപഞ്ചനാഥനുമായിട്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങി വളരെ നല്ല ജീവിതം നയിച്ചാൽ നമുക്ക് നല്ലത്. അതിന് പ്രപഞ്ചനാഥൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.